ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ വീണ്ടും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് പേരുടെ സംശയത്തിനുള്ള ഒരു മറുപടിയാണ് ഇത്. അതുകൊണ്ട് ഇത് കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണണം, എന്നെങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി ഒറ്റ കാര്യങ്ങളും പറയാറില്ലെന്ന്. കഞ്ഞി വെച്ചതും കറി വെച്ചതും ഡ്രസ്സ് മേടിച്ചതും ഒന്നും പറയാറില്ലെന്ന്. അപ്പം ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഞാൻ ഇത് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു വിഷമത്തിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു പുള്ളിക്കാരി എന്നോട് വന്നിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൽ, ചേച്ചി ഞങ്ങളുടെ കുടുംബത്തെ അടിക്കടി ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, എന്ത് തൊട്ടാലും എടുത്താലും ഞങ്ങളെ കഷ്ടകാലം പിന്തുടർന്ന് വരുവാണെന്ന് പറഞ്ഞു. പിന്നെ മരണങ്ങളും 6 വർഷത്തിൻ്റെ ഇടയിൽ തന്നെ 3 മരണം നടന്നു, 2 പേരും മേലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. ഇതൊക്കെ എന്താ ചേച്ചി കാരണം? ഞങ്ങളുടെ കുടുംബത്തെ എന്തെങ്കിലും ദോഷമാണോ എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും നിങ്ങളുടെ കുടുംബത്ത് ദോഷമാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു പേടി, അതായത് ജീവിതത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു കാര്യം. അല്ലാതെ കടബാധ്യതയോ അല്ലെ എനിക്ക് വീടില്ലെന്ന് ഓർത്തുകൊണ്ട് ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പം നമ്മളൊരു 10 ലക്ഷം കൊടുക്കാനുണ്ടെങ്കിലും ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നിൽക്കുകയോ ഒരു അവധി മേടിക്കുകയോ ചെയ്യാം. അപ്പോൾ അവർ വരുന്ന ഒന്നും പേടിയല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പോലും ഏറ്റവും വലിയൊരു പേടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മരണഭയമാണ്. ശരിയല്ലേ? മരണഭയമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഒരു കിടപ്പ് രോഗിയായിക്കോട്ടെ, ഇന്നല്ലേ നാളെ പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടാൽ പോലും ആ കിടക്കുന്ന രോഗിക്ക് ഇപ്പോൾ ഒരു പേടിയാണ് മരണഭയം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം മരണഭയം പോലെ പേടി വേറെ ആർക്കും ഒന്നിനുമില്ല. പിന്നെ ചിലർ ഇപ്പം നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കും, എന്നിട്ടാണോ ചേച്ചി ഒരു നിസാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ടല്ലോ അന്നേരം മൈൻഡിൽ തോന്നിയ ഒരു ചിന്തയ്ക്ക് ചെയ്തു പോണതാണ്. ഇപ്പോൾ ഒരാളൊരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് അത് മരണവെപ്രാളം എടുക്കുമ്പോൾ എത്ര പ്രാവശ്യം അവർ ചിന്തിച്ചിട്ടുണ്ടാകും, ഞാനിത് ചെയ്യണ്ടായിരുന്നു, എന്തൊക്കെ പ്രശ്നമാണല്ലോ, എനിക്കിത് തിരിച്ച് നേരിടാമായിരുന്നു, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് എത്രയോ പേരങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ധീരതയോടെ നേരിടുക. നമ്മളായിട്ട് സ്വയം നമ്മുടെ ജീവൻ കളയാൻ നിൽക്കണ്ട. ജീവിച്ചിരിക്കുന്നതല്ലേ ഏറ്റവും സന്തോഷം. മരിച്ചിട്ട് അവരെല്ലാവരും പറയുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞ് മറ്റൊരു ജീവിതം അങ്ങ് സ്വർഗത്തിലുണ്ട്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പുനർജനിക്കും. ഇതൊന്നും നമുക്കാർക്കും അറിയത്തില്ല. അത് മരിച്ചവർക്കല്ലേ അറിയത്തുള്ളൂ. മരിച്ചവരാരും തിരിച്ചു വന്ന് നമ്മളോട് ഈ കഥകളൊന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ കുടുംബത്ത് കാലൻ്റെ, അതായത് യമധർമ്മൻ്റെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ലക്ഷണങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാകും. ഒന്നെങ്കിൽ പല്ലിയൊക്കെ അപൂർവമായിട്ടല്ലേ ചത്ത് വീണ് കിടക്കുന്നത്. അതായത് പല്ലി ചത്തു വീഴുക എന്ന് പറഞ്ഞാൽ അത് ജനിച്ച ഏതൊരു മൃഗമാണേലും മനുഷ്യരാണേലും ജീവനുള്ള എന്തും മരിച്ചു പോകും. പക്ഷേ എങ്കിൽ പല്ലി ചത്തു വീഴുക എന്ന് പറഞ്ഞാൽ തലയില്ലാതെ ചത്തു വീണ് കിടക്കുന്ന പല്ലി, അതായത് നമ്മുടെ പൂജാമുറിയിലാണ് മെയിനായിട്ട്. പൂജാമുറിയിലും അടുക്കളയിലും, അതായത് കിഴക്ക് വശത്തിൻ്റെ ഈ സൈഡ് കോണില്ലേ, എന്ന് വെച്ചാൽ കിഴക്ക് വശത്തിൻ്റെ തെക്ക് വശവും കിഴക്ക് വശത്തിൻ്റെ കോണും കൂടെ വരുന്ന മൂലയിൽ പട്ടി, പൂച്ച, അതായത് മൃഗങ്ങൾ എന്തെങ്കിലും ചത്തു കിടപ്പുണ്ടെങ്കിൽ ഈ പറഞ്ഞ യമൻ്റെ ദൃഷ്ടി അവിടെ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അടുക്കളയിൽ പല്ല് ചത്തിട്ടുണ്ടെങ്കിൽ, തലയില്ലാതെ വീണ് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കാണ് ദോഷം, അവരുടെ സമയം മോശമാണെന്നുള്ള ഒരു മുന്നറിയിപ്പാണത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പം വണ്ടി ഒരു ആക്സിഡൻറ്റിൽ പെടുക, അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു രോഗത്തിൻ്റെ എങ്കിൽ പോലും യമൻ്റെ ദൃഷ്ടി പതിഞ്ഞത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ അടുക്കും ചിട്ടയോടെയും ഒക്കെ നമ്മൾ ചെയ്യുക. എത്ര വ്യായാമം ചെയ്താലും എക്സസൈസ് ചെയ്താലും ഈ വരേണ്ട സമയത്ത് വരുമെന്ന് നിങ്ങളെല്ലാവരും പറയും. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റമുണ്ട്. നമ്മളൊരു പറയില്ലേ, കണ്ണെ കൊള്ളേണ്ടത് പുരികത്തെ കൊണ്ടുപോയി എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞത് പോണക്കാണ്. യമൻ്റെ ദൃഷ്ടി പതിയുന്ന ഒരു സ്ഥലത്ത് മരണം ഉറപ്പാണ്. ആ വീട് എപ്പോഴും മൂകത കെട്ടി നിൽക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ദുഷിച്ച ഒരു ഗന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ, നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പട്ടിക്കൊക്കെ വണ്ടി ഇടിച്ചിട്ട് ചത്ത് കിടക്കുമ്പോൾ ഒരു സ്മെല്ല് വരില്ല, ഹുമ്മെന്നൊരു നാറ്റം അടിച്ചിരിക്കും. പട്ടി പൂച്ചയൊക്കെ ചത്ത് കിടക്കുന്ന, എന്തൊരു ജീവി ചത്ത് കിടന്ന് നമ്മൾ കുഴിച്ച് മൂടിയില്ലല്ലോ, ആ ഒരു അഴുകിയ ഒരു മണം നമുക്ക് നമ്മുടെ വീട്ടിൽ അനുഭവപ്പെടും. നമ്മൾ എന്നിട്ട് പരിസരം മുഴുവൻ നോക്കുമ്പോഴും നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ ഓരോ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ പ്രായമായി കിടക്കുന്നവർ, അല്ലെങ്കിൽ ഒരു മേലാത്ത അവരിങ്ങനെ ഒരു അസ്വാഭാവികമായ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു മൂളിക്കൊണ്ടിരിക്കുന്നത് ഒന്നും നല്ല ലക്ഷണമല്ല.
അതുപോലെ കൂട്ടി നിൽക്കുന്ന മൃഗങ്ങൾ നിന്ന് നിപ്പിച്ചത്ത് വീഴുന്നത്, ഇതൊന്നും നമ്മുടെ കുടുംബത്തിന് നല്ല ലക്ഷണമല്ല. പിന്നെ നമുക്ക് കുടുംബത്തെ എപ്പോഴും ദുഃഖവും നിരാശയും തമ്മിലടിയും ഇതുമെല്ലാമായിരിക്കും. പിന്നെ നിസ്സാര കാരണത്തിന് പോലും പോയി നമ്മുടെ ജീവൻ കളയുന്നത്, എനിക്കത് ദുർമരണം എന്ന് പോലും പറയാൻ എനിക്കിഷ്ടമില്ല കുടുംബത്തിരുന്നോണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ആരും ചെയ്യരുത്. എത്ര ചെയ്യരുതെന്ന് പറഞ്ഞാലും ഈ യമൻ്റെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ടോ അവിടെ അത് സംഭവിച്ചിരിക്കും. അതിനൊരു കാരണവുമുണ്ട്. നമ്മൾ ചില നേർച്ചകളും വഴിപാടുകളും ഒക്കെ നമ്മൾ ഭഗവാന് കൊണ്ടുപോയി നേരും. നമ്മൾ ഓരോ കാര്യസാധ്യത, ചിലപ്പോൾ അത് നടന്നെന്നിരിക്കും, ചിലപ്പം നടന്നില്ല എന്ന് വരും. നടക്കാത്തതിന് പല കാരണങ്ങളും ഉണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് വളരെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം നിങ്ങൾ അത് നടന്നില്ലല്ലോ എന്ന് ഓർത്തോണ്ട് എന്താ അതങ്ങ് ചെയ്യാറില്ല, വഴിപാട് ചെയ്യത്തേയില്ല, അത് അവിടെ അങ്ങ് കിടക്കും. പിന്നെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര എടുത്താലും ഭഗവാൻ അത് കൈക്കൊള്ളത്തില്ല. നിങ്ങൾ ഒരു വഴിയിലും പോയി ഒരു ലോൺ എടുത്തിട്ട് ആ കാശ് നമ്മൾ അടച്ചില്ല, പിന്നെ നിങ്ങളൊരു ലോണിനോ മറ്റു കാര്യത്തിനോ കാശിനോ ആവശ്യത്തിന് ബാങ്കിൽ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. എന്ന് പറഞ്ഞത് പോണക്ക് തന്നെയാണ്. നമ്മളൊരു വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഒരു സാധനം കടമെടുത്തു, നമ്മളത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞോണക്ക് തന്നെയാണ് ഭഗവാന് നമ്മളോടുള്ള ശ്രദ്ധയും നമ്മളോടുള്ള നോട്ടവും മാറിപ്പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ, നമ്മുടെ നേരെ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്കൊരു നോട്ടം ഉണ്ടാകണ്ടേ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വന്നാൽ ഇവർ ക്ഷമിക്കണ്ടേന്ന് ചോദിക്കും. പക്ഷെ ദൈവം അങ്ങനെ, നമ്മുടെ അപ്പൻ അമ്മ അത് വേറെ, ഭഗവാൻ വേറെ. ഇവർ എല്ലാവരും പറയും ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് കൂട്ടിക്കുഴയ്ക്കണമെന്ന്. ഒന്നുമല്ല, നമ്മൾ വല്ലപ്പോഴുമാണ് ഭഗവാൻ ഒരു പ്രസാദം കൊണ്ട് കൊടുക്കുന്നത്, അല്ലെ ഒരു നേർച്ച വഴിപാട് നടന്ന്. നമ്മൾ വീട്ടിൽ അപ്പനും അമ്മയുണ്ട്, നമ്മൾ എപ്പോഴെല്ലാം, അതായത് നല്ല മക്കള് അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നവര്, അവർ കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുത്തിരിക്കും, അല്ലേ? നമ്മുടെ വീട്ടിലുള്ള അപ്പനും അമ്മയ്ക്ക് നമ്മൾ കൊടുക്കാതെ എന്തെങ്കിലും കഴിക്കുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം. ഒന്നിച്ച് കാണുന്ന സാഹചര്യം വേറെ. അത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാവേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വഴിപാടുകൾ മുടങ്ങിക്കിടന്നു കഴിയുമ്പം ഈശ്വര സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ നിന്നും അകന്നു പോകും. അവിടെ അപ്പം എന്ത് വരും, നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ പോസിറ്റീവ് എനർജി അങ്ങ് പോകും നമ്മുടെ കുടുംബം. അവിടെ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അവിടെയാണ് ഈ കാലൻ്റെ ദൃഷ്ടി കയറി പതിയുന്നത്. ഈ കാലൻ്റെ ദൃഷ്ടി പതിയുന്നിടത്ത് നമ്മുടെ വീട്ടിൽ അനർത്ഥങ്ങൾ എപ്പോഴും ഒന്നിനു പുറകെ ഒന്നുണ്ടായിക്കൊണ്ടിരിക്കും. കല്ലുമ്മേ കല്ല് അവശേഷിക്കാതെ അന്യം നിന്ന് നശിച്ച് നമ്മുടെ കുടുംബം പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, ഇങ്ങനെയുള്ള വഴിപാടുകൾ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ അതങ്ങ് നടത്തി വിട്ടേക്കുക. ഇത് ഈ വഴിപാടുകളൊക്കെ ചെയ്യുമ്പം പണ്ട് കാലത്തുള്ളവർക്കൊക്കെ ഉള്ളൊരു കാര്യം, തൊട്ടതിനും പിടിച്ചതിനും നോക്കുന്നതിനും ഇരിക്കുന്നതിനും വരെയുണ്ടല്ലോ അങ്ങോട്ടുള്ള നേർച്ചകൾ മുഴുവൻ നടത്തും. ഒരമ്പലത്തിൽ പോയി നേർച്ച നടന്നില്ലെങ്കിൽ അടുത്ത ലോകത്തുള്ളിടത്തൂടെ എല്ലാം ഓടി നടക്കും. അങ്ങനെയൊന്നും വേണ്ട. അതിനെക്കുറിച്ച് വിശദ വിവരമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യരുത് നിങ്ങൾ. അതിൻ്റെ ദോഷഫലങ്ങൾ നിങ്ങളുടെ കുടുംബത്തൊക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങൾ അതുകൊണ്ട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് ചേച്ചി പറയുന്ന, അല്ലെ മറ്റുള്ള ജ്യോത്സ്യന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നും ആകുന്നില്ല, ഞങ്ങൾക്കൊന്നും അല്ല. നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ വ്യൂസ് കൂട്ടി നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, കുറച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം തീരുമല്ലോ എന്ന്. നിങ്ങളുടെ പ്രശ്നം ഒന്നും ആരെത്ര നിങ്ങൾക്ക് തന്നാലും തീരാൻ പോണില്ല. അത് നിങ്ങൾ തന്നെ ശ്രമിച്ചെങ്കിലേ തീരത്തുള്ളൂ കേട്ടോ. അപ്പം ഈ യമൻ്റെ ദൃഷ്ടി പതിഞ്ഞ കുടുംബത്ത്, അതായത് ദുർനിമിത്തങ്ങൾ അടിക്കടി വരുന്ന കുടുംബത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ രാവിലെ ഉണ്ടല്ലോ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പരമാവധി നിങ്ങൾ വിളക്ക് കത്തിക്കുന്നവർ, തിരി കത്തിക്കുന്നവരാണ്, നിങ്ങൾ തിരി കത്തിച്ച് നിങ്ങളുടെ കുറവുകൾ ഏറ്റു പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. പിന്നെ വെള്ളിയാഴ്ച ദിവസം നിങ്ങളിത് ഓർത്തിരിക്കണം, വെള്ളിയാഴ്ച ദിവസം കിഴക്ക് തെക്ക് മൂല സൈഡിന്, അതായത് കിഴക്കിൻ്റെ ഭാഗവും തെക്കിൻ്റെ മൂല സൈഡും കൂടെ ചേരുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നിങ്ങൾ വന്നേച്ചും കഴിഞ്ഞേച്ചിട്ട് പച്ചക്കർപ്പൂരം അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അതും കണ്ണൻ ചിരട്ടയിലെ ചുവട് മുറി ചിരട്ടയില്ലേ, ആ ചുവട് മുറി ചിരട്ടയിൽ ഈ പച്ചക്കർപ്പൂരം ഒരു 7 എണ്ണം എടുത്തേച്ചിട്ട് ഈ കിഴക്ക് മൂലയും തെക്കു മൂലയും കൂടെ ചേരുന്ന സൈഡിന് നിങ്ങൾ നിലവിളക്ക് കത്തിക്കുന്നതിന്, അല്ലെ തിരി കത്തിക്കുന്നതിന് മുമ്പായിട്ട് ആ മൂല സൈഡിൽ വെച്ച് നിങ്ങൾ കത്തിക്കുക. കുറഞ്ഞത് നിങ്ങളുണ്ടല്ലോ എത്ര ദിവസം വേണേലും നിങ്ങളുടെ ദോഷത്തിനനുസരിച്ച് നിങ്ങൾക്ക് കത്തിക്കാം. ഒരിക്കലും ഇരട്ട സംഖ്യ കൊണ്ടൊന്നും നിർത്തരുത്. അതായത് 12 ദിവസം കത്തിച്ചിട്ട് നിങ്ങൾ നിർത്താമെന്ന് വിചാരിക്കരുത്, അത് ദോഷമാണ്. എപ്പോഴും ഒറ്റ സംഖ്യകൾ നിർത്തുക. 13 ദിവസത്തെ നിർത്താം, 15 നിർത്താം, 17 നിർത്താം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റങ്ങൾ അറിയാം. കുടുംബത്ത് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കാണല്ലോ അറിയാവുന്നത്, എനിക്കല്ല. അങ്ങനെ എത്ര ദിവസം വേണേലും നിങ്ങൾക്ക് കത്തിക്കാം. കത്തിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലോർത്തോണം, നമ്മുടെ ഒരുപാട് യമധർമ്മ ക്ഷേത്രമുണ്ട്. എങ്കിൽ പോലും നമുക്ക്
നമുക്കിവിടെ തൊട്ടടുത്തും നിങ്ങൾക്ക് ഇതായിട്ടുള്ള നിങ്ങൾക്കത് ഗൂഗിളിൽ തപ്പിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. തൊട്ടടുത്തുള്ള യമധർമ്മ ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തിരുച്ചിത്ര അമ്പലം. ആ അമ്പലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷ്ഠ യമൻ പോത്തിൻ്റെ പുറത്തിരിക്കുന്നതാണ് അവിടുത്തെ പ്രതിഷ്ഠ. അവിടുത്തെ മെയിൻ വഴിപാടുകളുണ്ട്. ആ വഴിപാടുകൾ നിങ്ങൾ അവിടെ ചെന്ന് യമനോട് അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് വലം വെച്ച് നിങ്ങൾ അവിടുത്തെ മെയിൻ വഴിപാടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വഴിപാടുകളുണ്ട് അവിടെ. അപ്പം നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴി, അതുകൊണ്ട് ഞാനൊരു ഇന്ന വഴിപാടെന്ന് പറയുന്നില്ല. നമ്മളൊരു അമ്പലത്തിൽ പോയാലും ഒരുപാട് വഴിപാടുകളുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിന് ഈ വഴിപാട് ചെയ്താൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഈ ദോഷങ്ങൾ മാറുമെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പം നിങ്ങൾ അതിലെ ഒരു വഴിപാട് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. അതപ്പോൾ ഗൂഗിളിൽ തപ്പിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും അവിടുത്തെ വഴിപാടുകൾ ഏതൊക്കെയാണ്. അപ്പം നിങ്ങളത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ആ വഴിപാട് നിങ്ങൾ മസ്റ്റായിട്ടും അവിടെ പോയി ചെയ്തിരിക്കണം. അപ്പം ഈ യമൻ്റെ ദോഷം നമ്മുടെ കുടുംബത്തെ യമൻ്റെ ദൃഷ്ടി പതിഞ്ഞ ആ ദൃഷ്ടി ദോഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഒരു കാരണങ്ങളും നടക്കാതെ പോകുന്നുണ്ടല്ലോ. നിങ്ങൾക്കിത് കൈ ഇങ്ങനെ അങ്ങോട്ട് എത്തിപ്പിടിക്കുന്നിടത്ത് വരെ വരും, പക്ഷെ അത് നമുക്ക് കിട്ടത്തില്ല. ഇതിങ്ങനെയുള്ള ഒരു ദോഷം കൊണ്ടാണ്. ചിലർ പറയാല്ലേ എൻ്റെ മകന് ജോലി കിട്ടിയതായിരുന്നു, അവൻ ജോലിക്ക് പോകുന്നില്ല, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് എൻ്റെ വീട്ടിലെ ഇന്ന ആൾക്കാർ വീടിന് വെളിയിൽ ഇറങ്ങുന്നില്ല, അവർക്ക് ഒരു കാര്യത്തിന് ഉത്സാഹമില്ല, താല്പര്യമില്ല, എന്താ പ്രശ്നം നടത്തില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നമാകും, ഇല്ലെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യുമെന്ന് പോലും ഞങ്ങൾക്ക് പേടിയാണെന്നൊക്കെ നിങ്ങൾ ഓർക്കല്ലേ. അപ്പം ഇതെല്ലാം ഈ യമൻ്റെ ദൃഷ്ടി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആ ദോഷം നിങ്ങൾ മാറ്റാതെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടത്തേയില്ല. അപ്പം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് ഞാൻ സംശയത്തിനുള്ള മറുപടികൾ അപ്പം തരുന്നതായിരിക്കും കേട്ടോ. അപ്പം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.